ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ബിഗ് ബോസിന്റെ എപ്പിസോഡ് 35 ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ്. ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ഒന്നേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് ലാലേട്ടൻ്റെയാണ്. ലാലേട്ടൻ പൂണ്ട് വിളയാടിയ എപ്പിസോഡാണ് ഇന്ന്. പലരുടെയും പൊറാട്ട് നാടകങ്ങൾ, പലരുടെയും മുഖം മൂടി വലിച്ച് ലാലേട്ടൻ കീറി, മക്കളെ കീറി. അതിൽ ഒന്നാമത്തെ വിക്ടിം, ഇന്നത്തെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ്. അനുമോളുടെ എല്ലാവിധ ഡ്രാമകളും ലാലേട്ടൻ ഇന്ന് എക്സ്പോസ്ഡ് ആക്കി. ലാലേട്ടൻ മാത്രമല്ല, ബിഗ് ബോസ് ഇന്ന് എക്സ്പോസ്ഡ് ആക്കി എന്ന് പറയേണ്ടി വരും. ഇന്ന് ഓണം സ്പെഷ്യൽ എപ്പിസോഡൊക്കെയാണ്. ലാലേട്ടൻ വന്ന് നല്ല കാര്യങ്ങളെ പറയൂ എന്നാണ് അനുമോളൊക്കെ ചിലപ്പം വിചാരിച്ചു കാണുക. പക്ഷെ വന്നത് തൊട്ടിട്ട് ലാലേട്ടൻ ഫയർ പോലെ ഫയർ ചെയ്യുക ചെയ്ത് ഓരോ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. അതായത് അനുമോള് പറഞ്ഞ അക്യൂസിഷൻ, ജിസലിനെയും ആര്യനെയും കുറിച്ച് പറഞ്ഞ അക്യൂസിഷനെ കുറിച്ച് 6 മണിക്കൂറോ മറ്റേ ബിഗ് ബോസ് ആ ക്ലിപ്സ് പരിശോധിച്ചതാണ്. ഒരു എവിഡൻസ് കൂടി കിട്ടിയിട്ടില്ല, അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് ബിഗ് ബോസ് അടിക്കുറിപ്പിട്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അനുമോള് പറയുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അതേ ഒരു കള്ളത്തരത്തിൽ തന്നെ അടിയുറച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു കള്ളനെ പറ്റും. വീഡിയോ എവിഡൻസും ചാനൽ വരെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. അനുമോള് പറയുന്നത് കണ്ടിട്ടുണ്ട് എന്ന്. ബാക്കി എല്ലാവർക്കും ആ കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഞങ്ങൾ പ്രേക്ഷകർക്കും അനുമോളിൻ്റെ ഈ ഒരു മുഖം മൂടി അഴിഞ്ഞു വീണത് കാണാൻ കഴിഞ്ഞു. അതാണ് ലാലേട്ടൻ ഇന്ന് ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം തന്നെ ചെയ്തിരിക്കുന്ന ഒരു സംഭവം. എന്നിട്ടും അനുമോൾക്ക് ഒരു കൂസലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അതായത് അനുമോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ആംഗിളിൽ വേറെ എന്തെങ്കിലും കണ്ടതായിരിക്കാം. ചിലപ്പോൾ അവരുടെ മുഖം രണ്ടും അടുത്തായിരിക്കും ഉണ്ടാവുക. അത് പറഞ്ഞിട്ട് കിസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അക്യൂസ് ചെയ്യല്ലോ. പരസ്യമായി ഒരു ഷോയിൽ വന്ന് വിവരക്കേട് തള്ളുകയാണ് അനുമോൾ ചെയ്തിരിക്കുന്നത്. അത്രയും നാണം കെട്ട പ്രവൃത്തിയായിരുന്നു. എന്തായാലും അനുമോളുടെ പോസിറ്റീവ്സ് ഒക്കെ പോയി ഇപ്പം -50-ലേക്കായിരിക്കും നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ ആദില നൂറേനെ പൊക്കി. ആദില എസ്പെഷ്യലി ആദിലയും ജിഷിനും ഒക്കെ ആയിരുന്നു ഇതിന് എന്താ പറയുക മുൻകൈ എടുത്തത്. അതിൽ ഇവർ അനുമോള് പറഞ്ഞതിൻ്റെ അതേ തുല്യമായിട്ടുള്ള വൃത്തികേട് വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ചെയ്ത് കാണിക്കുക, അതായത് എന്താ പറയുക ഇങ്ങനെയാണ് നടന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോ നടത്തിയിട്ടുണ്ടായിരുന്നു, പുതപ്പൊക്കെ എടുത്തു കൊണ്ടുവന്നിട്ട്. അത് ആദിലയാണ് വന്നത്. ആദില ഈ നൂറൊക്കെ ഇതിന് കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നാണം കെട്ട ഒരു കാര്യം വേറെ ഇല്ല. ഇവർ ലെസ്ബിയൻ കപ്പിൾസ് ആണ്. അപ്പോൾ ഇവരെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ പ്രോഗ്രസീവ് ആയിട്ടുള്ള പല കാര്യങ്ങളും ബിഗ് ബോസിൽ കൊണ്ടുവരുന്നതാണ്. പല തരത്തിൽപ്പെട്ട ആൾക്കാർ, പല രീതികളിൽ ജീവിക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ പല ആൾക്കാരെയും മലയാളി പ്രേക്ഷകർക്ക് ഇടയിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സൊസൈറ്റി അവരെ സ്വീകരിക്കണം എന്ന് അവരാഗ്രഹിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു പ്രാചീനമായിട്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു അക്യൂസിഷൻ ഇനിയിപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ. അതൊരു കുറ്റമായി വന്ന് വിളംബരം ചെയ്ത് അത് അവിടെ പോയിട്ട് എന്താ പറയുക ഡെമോ കാണിച്ചു കൊടുക്കുക. അതിലും വലിയൊരു നാറിയ പരിപാടി വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ ആദില നൂറയ്ക്ക് നല്ലൊരു പേരുണ്ടായതായിരുന്നു. സത്യം പറഞ്ഞാൽ അത് അവിടെ പോയി എന്ന് പറയേണ്ടി വരും. അതുപോലെ തന്നെ മസ്താനിനെയും പൊക്കിയിട്ടുണ്ട് ലാലേട്ടൻ. മസ്താനിയുടെ നല്ലോണം ഭരിച്ചിട്ടുണ്ട്. മസ്താനി പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ, അതായത് പുറത്തുള്ള ഓരോ ആൾക്കാരുടെയും പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിൽ വന്ന് ഓരോ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മസ്താനി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം. നാറിയ പ്ലേ എന്ന് പറഞ്ഞാൽ ചീപ്പ് ബിഹേവിയർ. മസ്തി വിത്ത് മസ്താനി എന്ന് പറയുന്ന കൂതറ ഷോ എത്രയും നാറിയതാണോ അതിലും 1000 ഇരട്ടി നാറിയ രീതിയിലാണ് മസ്താനി അവിടെ ഗെയിം കളിക്കുന്നത്. അത് ഓരോ ദിവസത്തെ പ്രവൃത്തിയിലോട് കൂടിയിട്ടും ആ സംഭവം മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റൻ ആയിരുന്ന നെവിനായിരുന്നു അൾട്ടിമേറ്റ് വേസ്റ്റ്. നവിന് പേടിയാണെന്നൊക്കെയാണ് പറയുന്നത് അക്ബർ സംസാരിക്കുമ്പോൾ. അതായത് തെറ്റ് കാണുന്ന സമയത്ത് അക്ബർ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. പാത്രം കഴുകി വെക്കാതെ വെസൽ ടീമിലുള്ള ആൾക്കാർ കിടന്നുറങ്ങിയപ്പോൾ. അപ്പോൾ അത് വന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി തെറ്റ് ഒരാൾ ചൂണ്ടി പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് റൈസായി വരും. അത് പേടിച്ചു, സോഫ്റ്റായിട്ട് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ എൻ്റെ അടുത്ത് അപേക്ഷിക്കണം എന്നൊക്കെയാണ് നെവിൻ പറയുന്നത്. അൾട്ടിമേറ്റ് വേസ്റ്റ് ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ ഇന്ന് നടന്ന മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ എവിക്ഷൻ ആണ്. ഒരാൾ കുറേ കാലമായിട്ട് ബിഗ് ബോസിന്റെ 72 ക്യാമറകളും അവിടെ ഉണ്ടായിട്ടും അതിലൊന്നും പെടാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ. മറ്റാരുമല്ല, രേണു സുധി. എന്തിനാണ് അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി വന്നത്?
നല്ലൊരാളുടെ ചാൻസ് അല്ലേ ഇവിടെ കളഞ്ഞിരിക്കുന്നത്. ഇതിനെയൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ഫസ്റ്റ് 1-2 ദിവസം ആൾക്കാർ നോക്കി, അന്ന് തന്നെ ബോറടിപ്പിച്ച് തുടങ്ങി ഒറ്റ ദിവസം കൊണ്ട് തന്നെ. അപ്പൊ രേണു സുധി കുറെ കാലമായിട്ട് കടന്ന് കരയുന്നുണ്ടായിരുന്നു, എനിക്ക് വീട്ടിൽ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇതെന്തായാലും ഇന്ന് അത് നടത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ആരും വിചാരിക്കാതെ വേറൊരാൾ ഔട്ടായി, ആപ്പാനി. ആപ്പാനി ഓൾമോസ്റ്റ് കാർഡ് കീറാനായതാണെന്ന് ആപ്പാനിക്ക് തന്നെ സ്വയം മനസ്സിലായതാണ്. അതെന്തായാലും നടന്നിട്ടുണ്ട്. പക്ഷെ ആപ്പാനി ഔട്ടായ അപ്പം തന്നെ എന്തോ അതിലും മികച്ച ഏതൊരാളെന്നുള്ള നിലയ്ക്ക് മസ്താനി അപ്പം തന്നെ സന്തോഷ പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. ആപ്പാനി തെറി വിളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറെ വൃത്തികെട്ട രീതിയിലാണ് മസ്താനിയുടെ പ്രവൃത്തി. അതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. അത്രയും ചീപ്പാണ്. അത് പുറത്തുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്, ബിഗ് ബോസിലുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മോളെ നിന്റെയും ചീട്ട് കീറുന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ ഇന്ന് നടന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ലാലേട്ടൻ തൂക്കിയ എപ്പിസോഡ്, ഇതാണ് മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന എപ്പിസോഡ്. ഇങ്ങനെയാണ് ലാലേട്ടനെ കാണാൻ ആഗ്രഹിച്ചത്. ഇതുപോലൊരു ഫയർ ആയിട്ടാണ് ബിഗ് ബോസിൽ ലാലേട്ടൻ വരേണ്ടതും. ഈ ഒരു സീസണോട് കൂടി അത് നടന്നിരിക്കുകയാണ് ഞങ്ങളുടെ ഇത്രയും കാലത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഗൈസ്.